ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഇതാ ഇവന്മാർ കൊണ്ടുപോയി ഒരു രക്ഷയില്ല. ഏതൊക്കെ ട്രെൻഡാണോ ഇപ്പോൾ കളിക്കുന്നത് ആ ട്രെൻഡിനൊക്കെ ഒരു പടി മുന്നിലായിരുന്നു ഇവരുടെ ഈ ഒരു കോസ്റ്റ്യൂം. ഇന്നിവിടെ ഈദ്ഗാഹിന് വന്ന ആളുകളൊക്കെ പിന്നെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കൽ. ഇന്നത്തെ പ്രധാന ആകർഷണം ഇവന്മാർ തന്നെയായിരുന്നു. ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള അരി പാക്ക് ചെയ്തുകൊണ്ടാണ് പെരുന്നാൾ ആഘോഷങ്ങളുടെ തുടക്കം. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അളവും തൂക്കമൊക്കെ കൃത്യമാക്കി എല്ലാ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾക്കുള്ളതൊക്കെ പാക്ക് ചെയ്ത് ലിസ്റ്റൊക്കെ തയ്യാറാക്കി എത്തിക്കേണ്ട ആളുകളിലേക്കൊക്കെ അങ്ങോട്ട് എത്തിച്ചുട്ടോ ഫിത്ർ സക്കാത്തിൻ്റെ അരി. രാവിലെ 7:45 ഞങ്ങളുടെ ഈദ്ഗാഹ് തോട്ടശ്ശേരിയറ വോൾപ്പ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈദ്ഗാഹ് നടന്നത്. എല്ലാവരും പുതിയ വസ്ത്രമൊക്കെ അണിഞ്ഞ് വളരെ സന്തോഷത്തിൽ ഈദ്ഗാഹിലേക്ക് എത്തി നമസ്കാരത്തിലൊക്കെ പങ്കെടുത്ത് അതിന് ശേഷമുള്ള ഒരു ഉപദേശം കുത്തുബൊക്കെ കേട്ട് റമദാനിലെ ഖുർആനും റമദാനുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കും വലിയവർക്കുള്ള ചെറിയ മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. അതിലൊക്കെയുള്ള വിജയികൾക്കുള്ള സമ്മാനങ്ങളൊക്കെ കൈമാറി അതിന് ശേഷം എല്ലാവരും പരസ്പരം ഈദ് സന്തോഷങ്ങൾ കൈമാറി അവിടെയുള്ള വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ മധുരം ലഡു വിതരണം ചെയ്തു. ഇങ്ങനെയൊക്കെ ആയിട്ട് ഈദ്ഗാഹ് വളരെ സന്തോഷത്തോടു കൂടിയാണ്ട് കഴിഞ്ഞു. അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇവിടെ സുന്നത്തിൻ്റെ അത്രയിട്ട് നജീബാക്കുണ്ട്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ചോറ് വാങ്ങാൻ വൈറ്റ് റോസ്ക്കാണ്. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കാണ്. ബുക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഓൺലൈനായിട്ട് കിട്ടിയിട്ടുള്ള ടോക്കൺ നമ്പർ 238. സാധനം വാങ്ങാൻ വന്നപ്പോൾ കിട്ടിയ ടോക്കൺ 22. ഏതായാലും പിന്നെ സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പോന്നു. ഈ ചോറ് ഞങ്ങൾ കൊണ്ടുപോകണം എങ്ങോട്ടാണെന്നറിയാം, നമ്മളെ സ്നേഹാലയത്തിലേക്കാണ് കേട്ടോ. സ്നേഹാലയത്തിലെ ആളുകൾക്കുള്ള ഈ പെരുന്നാൾ ഭക്ഷണം സ്പോൺസർ ചെയ്തത് വൈറ്റ് റോസ് ആണ്. അതിനുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന ഉണ്ടാവണം. അതൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ നേരെ എളാപ്പാൻ്റെ വീട്ടിൽ എന്നപ്പോൾ അവിടെ സുഹൃത്തുക്കളും അയൽവാസികളൊക്കെ കൂടിയിട്ടുണ്ട്. പിന്നീടുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ ഇതാണ്, കുടുംബക്കാരുടെയും സുഹൃത്തുക്കളുടെയൊക്കെ വീട്ടിലൊന്ന് സന്ദർശിക്കുക എന്നുള്ളത്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അത് കൂടുതൽ നടന്നില്ല. 1-2 വീടുകളിൽ മാത്രം പോയിട്ട് പിന്നെ നേരെ ജുമക്ക് പോയി. അങ്ങനെ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം വീണ്ടും സെൽഫിയും നേരത്തെ പോലെ തന്നെ വീണ്ടും സന്തോഷം പങ്കുവെക്കലും. അങ്ങനെ മൊത്തത്തിൽ ഈ ഈദ് എല്ലാവരും വളരെ സന്തോഷത്തിൽ ആഘോഷിച്ചു. നിങ്ങളുടെയൊക്കെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക. എല്ലാവരും ഹാപ്പിയാണെന്ന് കരുതുന്നു. എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈദ് മുബാറക്.